ഞാനും വോട്ട് ചെയ്തു ഇത്തവണയും. വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്നാണ്. ഈ വിജയങ്ങൾ വെറും മനുഷ്യനിർമ്മിതമായ തീരുമാനങ്ങളാണോ എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിന്റെ അനുമതിയില്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. നേതാക്കൾ വെറും സാഹചര്യങ്ങളാൽ രൂപപ്പെടുന്നവരല്ല, മറിച്ച് പ്രത്യേകമായൊരു ദൈവവിളിയാൽ ഉയർത്തപ്പെട്ടവരാണ്. അവർ വിശ്വസിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ജനങ്ങളെ സേവിക്കാനും സമൂഹത്തിൽ നീതി നിലനിർത്താനും തെരഞ്ഞെടുക്കപ്പെട്ട ഇവരുടെ ചുമതല അതീവ ഗുരുതരമാണ്. അധികാരമെന്നത് വെറും ഒരു പദവിയോ ആധിപത്യത്തിനുള്ള അവസരമോ അല്ല. പ്രത്യുത അത് ദൈവത്തിന് മുൻപിലും മനുഷ്യർക്ക് മുൻപിലും ഏറ്റെടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ലഭിച്ച അധികാരം എളിമയോടെ വിനിയോഗിക്കാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാനും ഓരോ നേതാവിനും സാധിക്കട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളുടെ ഹൃദയം ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു നാടിനായി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളായ നിങ്ങളുടെയും എന്റെയും കടമയാണ്. ദൈവപിതാവിന്റെ കൃപയോടെ അവർ ജനങ്ങൾക്ക് എന്നും അനുഗ്രഹമായി തീരട്ടെ. ജ്ഞാനവും വിവേകവും നൽകി ദൈവം അവരെ നയിക്കട്ടെ. നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി, നീതിപൂർവമായ ഭരണത്തിനായി നമുക്ക് മുട്ടുമടക്കാം, കൈകൾ കൂപ്പാം. അധികാരികൾ ജനപക്ഷത്ത് നിൽക്കാനും പാവപ്പെട്ടവന്റെ ശബ്ദമാകാനും അവർക്ക് സ്വർഗീയ സഹായം ലഭിക്കട്ടെ. ദൈവത്തിന്റെ വലിയ സംരക്ഷണം നേതാക്കൾക്കും ജനങ്ങൾക്കും ഒരുപോലെ കൂട്ടുണ്ടാകട്ടെ. ഈ ചാനലിലെ സുവിശേഷ ചിന്തകൾ മുടങ്ങാതെ ലഭിക്കാനും നൊവേനകൾ, പ്രാർത്ഥനകൾ, വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈബിൾ വചനങ്ങളെ ആസ്പദമാക്കിയുള്ള 100 Days ബൈബിൾ റിഫ്ലക്ഷൻ മെയ് 1 ആരംഭിച്ചു കഴിഞ്ഞു. ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ധ്യാനിക്കാനുമായി ഇന്നത്തെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഗാഡ് ബ്ലെസ് യു.